അതൊക്കെ ഇലക്ഷൻ എടുത്ത് വരുമ്പോൾ ഇത്രയും നാളെ ചാണ്ടിയമ്മ ഇല്ലായിരുന്നു ഇവിടെ നിന്നും. ഇലക്ഷൻ എടുത്ത് വരുമ്പോഴത്തേക്കും ചുമ്മാ ഒരു ആളുകളെ ഒരു ജാതി വർഗീയ വികാരം ഉണർത്തിവിടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണോ? അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ചാണ്ടിയമ്മൻ ഒരു വലിയ ഭക്തനാണെന്നല്ലേ പറഞ്ഞത്? പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ ഇന്ത്യയുടെ ഒരു വീട്ടിൽ മരണം നടന്നപ്പം അവിടെ ചെന്ന് രാമായണം വായിച്ചെന്നാരണ്ട് പറയുന്നത്. അപ്പോൾ അത്രയും വലിയ ഒരു നന്മയുള്ള ആളാണെങ്കിൽ ചാണ്ടിയമ്മൻ ആദ്യം ചിന്തിക്കേണ്ടത് ബൈബിളിലൊരു വചനമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം നീതിമാനാണ്, അവൻ നീതിമാനോടൊപ്പം. കള്ളസാക്ഷി പറയാൻ പാടില്ല എന്ന് ഖുറാനിൽ പറയുന്നുണ്ട്, ബൈബിളിലും പറയുന്നുണ്ട്, എല്ലാ വേദപുസ്തകത്തിലും. ചാണ്ടിയമ്മൻ അറിയാത്തതും കേൾക്കാത്തതുമായ കാര്യം ഈ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ആരെങ്കിലും സഹായിക്കാൻ പത്തനാപുരത്ത് വന്ന് പറയുക എന്ന് പറയുന്നത്, ചാണ്ടിയമ്മൻ വിശ്വസിക്കുന്ന ദൈവം ചാണ്ടിയമ്മനെ നല്ല നിലയിൽ കൈകാര്യം ചെയ്യും എന്നാണ് വിശ്വാസിയായ ഞാൻ വിശ്വസിക്കുന്നത്. അത്രയുള്ള അതിൻ്റെ മറുപടി. ചാണ്ടിയമ്മൻ വലിയ വിശ്വാസിയും ഭയങ്കര പള്ളിയിൽ തന്നെ കഴിയുന്ന ആളും ഈ പറഞ്ഞ കണക്ക് മരണ വീട്ടിൽ ചെന്ന് രാമായണം വായിക്കുക, MLA മാർക്ക് നല്ല ജോലിയായിരിക്കും. ഇനി മരണ വീട്ടിൽ ചെന്ന് രാമായണം വായിക്കുകയൊക്കെ ചെയ്യുന്ന ചാണ്ടിയമ്മൻ അങ്ങനെ ഒരു സത്യസന്ധനും ദൈവവിശ്വാസിയാണെങ്കിൽ ബൈബിളിലൊരു വചനമുണ്ട്, കള്ളസാക്ഷി പറയുന്നവന് നരകം. ഖുറാനിലും പറയുന്നുണ്ട്. അപ്പോൾ കാണാത്തതും അറിയാത്തതുമായ കള്ളസാക്ഷി പറയരുത്. അയാൾക്കറിയാമോ അതിനെക്കുറിച്ച്? തെളിവെല്ലാം ഉണ്ടോ കയ്യിൽ? കൊട്ടാരക്കര കോടതിയിൽ എനിക്കെതിരെ ഒരു കേസ് കൊണ്ടു കൊടുത്തിട്ടുണ്ട്, കുറേ കാലമായിട്ട് നടത്തിയാണ്. ഒരു തെളിവോ ഒരു വക്കീലോ അവിടെ ഹാജരാവില്ല. എന്താണെന്നറിയോ വെച്ചേക്കുന്നത്? ഈ ഇലക്ഷൻ വരുമ്പോൾ അത് കുത്തിപ്പൊക്കാനാണ്. ഈ ഇലക്ഷൻ വരുമ്പോൾ ആ ഉമ്മൻചാണ്ടിയെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞ് പുതിയ കഥ. ഇത്രയും കാലം ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടിയമ്മൻ അറിയാത്തൊരു സീക്രട്ട് ഈ ഇലക്ഷൻ്റെ തലേന്ന് ആരെ പറ്റിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു രാഷ്ട്രീയമൊക്കെ ശരിയാണ്, ചില വകതിരിവും ലജ്ജയൊക്കെ വേണം. അങ്ങനെ ചെയ്ത് ഇത്രയും കാലം ഇല്ലാത്ത ഒരു 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 കണ്ടുപിടുത്തം അദ്ദേഹം ഈ ഇലക്ഷൻ പ്രമാണിച്ച് അസംബ്ലി ഇലക്ഷൻ അടുക്കുമ്പോൾ ഇതൊരു ചെറിയ അസുഖമാണ്. ഈ അസുഖത്തിന് മറുപടി ഇത്രയേ ഉള്ളൂ. ചാണ്ടിയമ്മൻ വലിയ വിശ്വാസിയാണ്, എല്ലാ പള്ളികളിലും പുതുപ്പള്ളി പള്ളിയിലൊക്കെ എപ്പോഴും അങ്ങ് ഇരിക്കുന്ന ആളാണ്. എങ്കിൽ ബൈബിൾ എടുത്ത് വായിക്കുക. കള്ളസാക്ഷി പറയുന്നതും നീതിമാനായ ദൈവത്തിൻ്റെ വിശ്വാസിക്കുന്നവൻ നീതികേട് കാണിച്ചാൽ അവനെ ദൈവം ശിക്ഷിക്കുമെന്നാണ്. അത് രണ്ടും എടുത്തു വെച്ച് വായിച്ചേച്ച് അറിയാത്ത കാര്യങ്ങൾ പറയുക. തെളിവല്ലോ ഉണ്ടോ? കുറേ കാലമായിട്ട് ഇത് പറയുന്നല്ലോ. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജഗദീഷ് വന്ന് മത്സരിച്ച കാലത്ത് ഇതല്ലേ പറഞ്ഞത്? ഇതെന്താണ് ഈ വിഷയം ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം? ഈ വിഷയം ഒരു വിഷയമാണ്. CBI എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൊടുത്ത മൊഴി ആർക്കാണെങ്കിലും പരിശോധിക്കാം. ഉമ്മൻചാണ്ടി ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്യുന്ന ആളല്ല എന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ്. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ മൊഴിയാണ് എൻ്റെ. എനിക്ക് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആരെയും കള്ളക്കേസിൽ കുതുക്കുകയും ചതിക്കുകയും ചെയ്യുന്ന ആളല്ലെന്ന് എൻ്റെ നാട്ടുകാർക്കറിയാം. ഇത്തരം വേലകളും കൊണ്ട് നടക്കണ്ട, അതൊക്കെ നാണം കെട്ട പണിയാണ്. ഒരു ഇലക്ഷൻ എടുക്കുമ്പോൾ ഒന്നും പറയാനില്ല. വേറെ രാഷ്ട്രീയം വല്ലതും ഉണ്ടെങ്കിൽ പറ കുഞ്ഞേ, ചാണ്ടിയമ്മ രാഷ്ട്രീയം വല്ലതും ഉണ്ടെങ്കിൽ പറ, നമുക്ക് അതിന് മറുപടി പറയാം. ഉമ്മൻചാണ്ടി എന്നെ ദ്രോഹിച്ചതിന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ സർവ്വതും പിടിച്ചു വാങ്ങിച്ച് എൻ്റെ മക്കളെയും എന്നെയും വേർപെടുത്തി വിടാൻ മധ്യസ്ഥ വഹിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദകേടിന് മറുപടി പറയണ്ടേ? പറയണ്ടെന്ന് വിചാരിച്ചാൽ വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ആരുമില്ല. അത് ഓർത്താൽ നല്ലത്. വായിൽ വിരലിടരുത്. ഞാൻ പഴയ കഥകളൊക്കെ പറയും. എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ മക്കളെയും എന്നെയും വഴിയാധാരമാക്കി രണ്ട് വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയൂ? ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയൂ? മേലിൽ ഇത് പറയരുത്. പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിരിക്കും. എനിക്കും പറയാനുണ്ട് ചെയ്ത ചതികളൊക്കെ. ആരെയാ ചതിച്ചതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കും. ഞാൻ ഇത്ര നാൾ ഉണ്ടായിരുന്ന ആളാണ്, എന്നെക്കൊണ്ട് പറയിക്കരുത്. അത് മാത്രമേ എനിക്ക് ചാണ്ടിയമ്മനോട് പറയാനുള്ളൂ. കള്ളം പറയുന്നതും കള്ളസാക്ഷി പറയുന്നതും. ഇലക്ഷൻ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നിറങ്ങിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ജനങ്ങളെ ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ? ജഗദീഷ് മത്സരിച്ച ഇതിന് മുമ്പത്തെ ഇലക്ഷനിൽ ഇത് പറഞ്ഞല്ലേ ഈ സബ്ജക്റ്റ്? എന്നിട്ട് എന്തായി? ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങരുത്. രാഷ്ട്രീയമൊക്കെ ശരിയാണ്. അന്ന് ചാണ്ടിയമ്മൻ രാഷ്ട്രീയത്തിലില്ല. ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു? ഞാൻ എന്ത് ചതിക്കാനാണ് ഉമ്മൻചാണ്ടിയല്ലേ എന്നെ ചതിച്ചത്? ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എൻ്റെ മന്ത്രിസ്ഥാനം 2003 രാജിവെപ്പിച്ചത്? ഞാൻ ഏത് കുറ്റമാണ് ചെയ്തത്? എൻ്റെ പേരിൽ ഏത് കേസാണുള്ളത് ഈ നാട്ടിൽ? സത്യസന്ധമായി ഞാൻ ജീവിച്ചതാണോ? നെല്ലിയാമ്പേതെ പോലെ വനഭൂമി പതിച്ചു കൊടുക്കാൻ തയ്യാറാവാത്തതുകൊണ്ടാണോ ഞാൻ രാജിവെച്ചത്? ഒരു കുടുംബ വഴക്കിനെ മന്ത്രിയെ രാജിവെപ്പിച്ചേച്ച് തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞ് നടന്ന് പറ്റിച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പറഞ്ഞാൽ കൊള്ളാമോ? അതൊന്നും പറയരുത്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞില്ലല്ലോ ഞാൻ അദ്ദേഹത്തെ ചതിച്ചെന്നോ ദ്രോഹിച്ചെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ആരാണ്ട് പറയുന്നതായിട്ടുകൊണ്ട് കൂലി തല്ലുകാരനായിട്ട് ഇറങ്ങരുത്. ഇറങ്ങിയാൽ പലതും പറയേണ്ടി വരും. പറയിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാന്യമായിട്ട് ഞാൻ പറയുകയാണ്, അത് പറയിക്കണ്ട.